റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബിഗ് ബ്രേക്കിംഗ്. CPM സംഘടനാ റിപ്പോർട്ടാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കളിൽ പാർലമെന്ററി വ്യാമോഹമെന്നും അധികാര സ്ഥാനങ്ങളിൽ പരിഗണന ലഭിക്കാത്തപ്പോൾ പ്രശ്നമെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. കിട്ടിയ അധികാരം നഷ്ടപ്പെടുമ്പോഴും ഈ ചിന്ത വരുന്നു. നഷ്ടപ്പെടലിന്റെ മനോവിഷമത്തിലാണ് ഇത്തരം ചിന്തകളെന്നും ഈ പ്രവണത പ്രതിരോധിക്കാൻ സാധിക്കണമെന്നും MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിലെ ശ്രദ്ധേയമായ ഭാഗങ്ങളിലൊന്ന് റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിയിലെ ചിലർക്ക് ബന്ധം, 2 സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ പ്രവണതകൾ, അതിൽ തന്നെ തെറ്റായ പ്രവണതകളിൽ ലോൺ അടക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിബന്ധനകൾ പാലിക്കുന്നില്ല, സംസ്ഥാന കമ്മിറ്റിയെ വിവരം അറിയിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, പാർലമെന്ററി വ്യാമോഹവും ചില നേതാക്കളെ ഗ്രസിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും അധികാരം നഷ്ടപ്പെടുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുമാണോ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് തുടർഭരണത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ അധികാരത്തോടുള്ള വല്ലാത്ത ഒരു മോഹം അതിനെ പറയുന്നത്, അതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ പറയുന്നത് പാർട്ടിയിൽ കടന്നു വരാനിടയായ തെറ്റായ പ്രവണതകളിൽ ഒന്നായി ഇത് പറയുന്നു. പാർലമെന്ററി വ്യാമോഹം ചില നേതാക്കൾക്ക് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവരുടെ മനോനിലയിൽ ഉണ്ടാകുന്ന മാറ്റം അത് പ്രതിഫലിക്കുന്നു എന്നാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മറികടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത് രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി തന്നെ ഇത് മറികടക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണവും പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2 ടേം പൂർത്തിയായ എല്ലാവരെയും ഒഴിവാക്കിയെന്ന കാര്യം, അങ്ങനെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങളടക്കം പറയുന്നു. അതിനൊപ്പം തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിന് നേതൃത്വം നൽകേണ്ട ആളെ മാറ്റിയ കാര്യം ഉൾപ്പെടെ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇളവ് നൽകിയിട്ടില്ല. അങ്ങനെ ഇളവ് നൽകാതെ മന്ത്രിസഭയടക്കം റോഷിയാണ് വിവരങ്ങൾ നൽകുന്നത്. റോഷി, തുടരാവുന്നതാണ്. പാർലമെന്ററി വ്യാമോഹം ചില നേതാക്കളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് റോഷി ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് ഉദ്ധരിച്ചു പറയുന്നത്. ഇതിൽ ചില സൂചനകളൊക്കെയുണ്ട്, പക്ഷേ നമ്മൾ വ്യക്തി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പേരുകൾ പരാമർശിച്ചുകൊണ്ടല്ല സംഘടനാ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പാർലമെന്ററി വ്യാമോഹമുണ്ട്, അധികാര വ്യാമോഹമുണ്ട് ചില മനുഷ്യർക്ക്, ചില നേതാക്കൾക്ക്. അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത്. ഇത്തരം പ്രവണതകൾ തിരുത്തേണ്ടതാണ് എന്നും പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. റോഷിപാൽ, തുടരാവുന്നതാണ്. എന്തായാലും ഈ പ്രവണതയെ പ്രതിരോധിക്കാൻ സാധിക്കണം എന്നാണ് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർ പാർട്ടിക്ക് തലവേദനയായി മാറുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അരുൺകുമാർ, സംശയമില്ല, അങ്ങനെയുള്ളവർ പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഒരു തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ് CPM നേതൃത്വം. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണത്തിൻ്റെ കാഹളം മുഴക്കി തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് 3 പതിറ്റാണ്ടിന് ശേഷം ഈ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ സ്വാഭാവികമാണ് സ്വയം വിമർശനം. അങ്ങനെയുള്ളൊരു സ്വയം വിമർശനമായി വേണമെങ്കിൽ ഇത് കാണാം. കാരണം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇത് വലിയ തെറ്റായ പ്രവണതയാണ്. ഇത് തിരുത്തി മുന്നോട്ട് പോകണം. ഈ തെറ്റായ പ്രവണതകളിൽ പ്രധാനപ്പെട്ട ഇതിൽ തെറ്റായ പ്രവണതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് പാർലമെന്ററി വ്യാമോഹത്തെ CPM ഈ സംഘടനാ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അധികാര സ്ഥാനങ്ങൾക്ക് പരിഗണന നൽകാതെ പോകുമ്പോൾ ലഭിച്ചവ നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്ന മനോനിലയിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത് എന്ന് കൃത്യമായി പറയുന്നു. ഇത് മറികടക്കാനുള്ള ഈ രാഷ്ട്രീയ ധാരണ വെച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് മറികടക്കാൻ കഴിയും എന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ പറയുന്നുണ്ട് 2 ടേം തുടർച്ചയായി MLA-മാരായവരെ ഒഴിവാക്കിയും മന്ത്രിസഭാ രൂപീകരണത്തിന് നേതൃത്വം നൽകേണ്ട സഖാവിന് ആർക്കും ഇളവ് നൽകുക, സഖാവിന് ഉൾപ്പെടെ ഇളവ് നൽകാതെ പുതിയ സഖാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയുമാണ് മന്ത്രിസഭാ രൂപീകരണം നടത്തിയത്. ചുമതലകൾ ഏൽപ്പിച്ച സഖാക്കൾ പൊതുവിൽ ഓരോ മേഖലയിലും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അതായത് ഇങ്ങനെ ഒരു തിരുത്തൽ, 2 ടേം പൂർത്തിയായവരെ ഒഴിവാക്കി പുതിയ ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് അവിടെ പറയുന്നത്. അവർ നല്ല നിലയിൽ പുതുതായി വലിയ പ്രവൃത്തി പരിചയമില്ലാത്ത പരിചയസമ്പന്നരല്ലാത്ത നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു
പോകുന്നു എന്ന കാര്യം കൂടി ഈ സംഘടനാ ഓക്കെ റിപ്പോർട്ടിൽ റോഷി, കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തമാണ്. ഒരിക്കൽ കൂടി ഇതിൽ പാർലമെന്ററി ഏറ്റവും വ്യാമോഹമുള്ള ചില നേതാക്കൾ അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാർട്ടിക്ക് ചില തലവേദനയായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഇതിൽ 2 ടേം നിബന്ധന വരുന്ന ഘട്ടത്തിൽ പോലും മന്ത്രിയാകാനൊക്കെ വീണ്ടും സാധ്യതയുണ്ടായിരുന്നവരെ പോലും ഒഴിച്ചു നിർത്തി പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തത് ഗുണകരമായി എന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ 2 ടേം നിബന്ധന പാർട്ടി തുടരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്കിനി സെക്രട്ടേറിയറ്റിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ.